മുമ്പിൽ നീതി ലഭിക്കാത്ത ജന്മങ്ങൾക്ക് ദൈവത്തിന്റെ കോടതിയിൽ നീതി ലഭിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സൂസന്ന. മനോഹരമായ ഉദ്യാനം ഇവിടെയാണ്. വൈകുന്നേരങ്ങളിൽ സുന്ദരിയായ സൂസന്ന നീരാട്ടിനിറങ്ങുന്നത് ഇവിടെയാണ്. കാര്യം ഞാൻ ഇവിടുത്തെ ഒന്നാം ന്യായാധിപനാണ്. പക്ഷെ യോവാക്കിമിന്റെ ഭാര്യയായ സൂസന്നയുടെ ജ്വലിക്കുന്ന സൗന്ദര്യം കാണുമ്പോൾ ഞാൻ എന്റെ സ്ഥാനം മറന്നു വെറും ഒരു പുരുഷനായി പോകുന്നു. ഒരിക്കലെങ്കിലും ആ സൗന്ദര്യധാമത്തെ ആവോളം ആസ്വദിക്കണമെന്ന് ഒരാഗ്രഹം. ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് സൂസന്ന വരുമ്പോൾ എന്റെ ആഗ്രഹം അവളോട് തുറന്നു പറഞ്ഞ് നിറവേറ്റും. ഇവിടെ മറ്റാരുമില്ല. അല്പം കഴിയുമ്പോ സൂസന്ന നീരാടാൻ വരും. ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റും. യൂദായിലെ എത്രയോ പെൺകുട്ടികൾ മയങ്ങി വീണ ശക്തമായ എൻ്റെ ഈ കൈകളിൽ ഇന്ന് സൂസന്റെയും തളർന്നു വീണുറങ്ങും. എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സൂസന്റെ എത്തും വരെ ഈ മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിൽക്കാം. അങ്ങെന്താണ് ഇവിടെ ഒളിച്ചിരുന്ന് ചെയ്യുന്നത്? അല്ല, അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദിമാതാവ് ഹവ്വയ്ക്ക് സാത്താൻ പറിച്ചു നൽകിയ പഴം ഇതേ അത്തിമരത്തിൻ്റെത് തന്നെയാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു. രണ്ടാം ന്യായാധിപ, അങ്ങ് എന്തുദ്ദേശത്തോടെയാണ് ഇവിടേക്ക് വന്നത്? അപ്പോൾ നമ്മൾ രണ്ടുപേരും സൂസന്നയിൽ മയങ്ങിയിരിക്കുന്നു. അല്ല, അതിന് തന്നെയാണ് ഞാനും വന്നത്. സൗന്ദര്യം അത് ആസ്വദിക്കാനുള്ളതാണ്. അതിലൊരു തെറ്റുമില്ല. നമ്മൾ രണ്ടുപേരും ശക്തരായ പുരുഷന്മാരാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് സൂസന്നെ കീഴ്പ്പെടുത്തി അവളെ ആസ്വദിക്കാം. സൂസന തോഴിമാരും വരുന്നുണ്ട്. തോഴിമാർ പോകും വരെ മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിൽക്കാം. എന്തൊരു ചൂടാണ് തോഴിമാരെ. ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. ഈ കുളത്തിലെ തണുത്ത വെള്ളത്തിൽ ഞാനൊന്ന് കുളിക്കട്ടെ. നിങ്ങൾ പോയി എണ്ണയും ശരീരലേപനങ്ങളും എടുത്തു വരൂ. ഉദ്യാനത്തിന്റെ കവാടം അടച്ചിടാൻ മറക്കരുത് കേട്ടോ. എന്റെ മേനിയെടുക്ക് എന്റെ പ്രിയതമ യോവാക്കിയും അല്ലാതെ മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ദൈവം എനിക്ക് അനുഗ്രഹിച്ച് നൽകിയ പ്രിയ ഭർത്താവ്. ആദരണീയരായ ന്യായാധിപന്മാരെ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ട്? ന്യായാധിപ സൂസന്ന, നിന്റെ ശിരോവസ്ത്രം മാറ്റൂ. ഞങ്ങൾ നിന്റെ സൗന്ദര്യം മതിവരുവോളം കണ്ടാസ്വദിക്കട്ടെ. അധർമ്മത്തിന്റെ വാക്കുകൾ കേൾക്കുന്നില്ലേ? ധർമ്മവും അധർമ്മവും ഞങ്ങൾ ന്യായാധിപന്മാരാണ് നിശ്ചയിക്കുന്നത്. സൂസന്ന, സമയം നഷ്ടപ്പെടുത്താതെ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. സൂസന്ന, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന്
മാതുരന്മാരെ, ഞാൻ സൂസന്നയാണ്, നീതിമാനായ യോവാക്കിമിന്റെ അതിവൃതിയായ ഭാര്യ. യോവാക്കിമിന്റെ കൂടെ ആദ്യമായി കണ്ട നാൾ മുതൽ ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെട്ടതാണ്. സൂസന്ന, ഞങ്ങളുടെ ആഗ്രഹം നീ ഇന്ന് നിറവേറ്റി തന്നേ പറ്റൂ. എന്റെ ദൈവമേ, നിന്റെ തോഴിമാരടക്കം എത്ര യൂത പെൺകുട്ടികൾ ഞങ്ങൾക്ക് വഴങ്ങി തന്നിരിക്കുന്നു. കീഴടങ്ങുകയല്ലാതെ നിന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. വഴങ്ങി തന്നില്ലെങ്കിൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ ഉദ്യാനവാതിലുകൾ അടച്ച് അകത്തിരുന്നതെന്ന് ഞങ്ങൾ നിന്റെ തോഴിമാരെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിക്കും. എതിർത്താൽ നിന്റെ നല്ലവനായ ഭർത്താവ് യോവാക്കീമിനെ കൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലിക്കും. ഇല്ല, എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ പാപം ചെയ്യില്ല. നിങ്ങൾക്ക് വഴങ്ങി പാപിനിയായി ജീവിക്കുന്നതിനേക്കാൾ അതിവൃതിയായ ഭാര്യയായി മരിക്കുന്നതിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ രക്ഷിക്കൂ തോഴിമാരെ, എന്നെ രക്ഷിക്കൂ ദൈവമേ, തോഴിമാരെ, എന്നെ രക്ഷിക്കൂ. പ്രിയപ്പെട്ടയപ്പ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മാതുരന്മാരെ, സഹോദരന്മാരെ, ഞാൻ മറിവിളിച്ചവളല്ല. എന്റെ സ്നേഹനിധിയായ ഭർത്താവേ, അങ്ങനെയല്ലാതെ ഞാൻ മറ്റൊരു പുരുഷനെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞു മക്കളെ, നിങ്ങളുടെ അമ്മ തെറ്റുകാരിയല്ല. ഹിൽക്കിയുടെ മകൾ യോവാക്കിമിന്റെ ഭാര്യമായ സൂസന്ന കർത്താവിന്റെ മുമ്പിൽ വ്യഭിചാര കുറ്റം ചെയ്തിരിക്കുന്നു. അവൾക്ക് ശിക്ഷ വിധിച്ച് നടപ്പിലാക്കാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. എന്താ വിചാരണ കൂടാതെ വിധി നടപ്പിലാക്കാൻ പോകുന്നു? നീതിമാനും ദൈവശ്രേഷ്ഠ സ്ഥാനം നൽകിയവരുമായ ദാനിയേലേ, നിനക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ? നിങ്ങളുടെ ബഹുമാന്യ ന്യായാധിപന്മാർക്ക് അവരുടെ വാദങ്ങൾ പറയാൻ അവസരം കൊടുക്കും. കള്ളവും സത്യവും വാക്കുകൾക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. പറഞ്ഞു തീർത്താൽ മാത്രമേ അവ പുറത്തുള്ളൂ. ഇവൾ യോവാക്കീമിന്റെ ഉദ്യാനത്തിൽ കുളിക്കുവാനെന്ന മട്ടിൽ വന്നു. പിന്നെ തോഴിമാരെ പറഞ്ഞുവിട്ട ശേഷം അവിടെ ഇവൾ ഒളിച്ചു നിർത്തിയിരുന്ന ഒരു യുവാവിനൊപ്പം ശയിച്ചു. അത് സത്യമാണ്. കാരണം ഈ ദുഷ്കൃത്യത്തിന്റെ സാക്ഷികൾ ഞങ്ങൾ 2 ന്യായാധിപന്മാർ തന്നെയാണ്. അതെ, ഞങ്ങളെ കണ്ടപ്പോൾ ഇവൾ നിലവിളിച്ച് തോഴിമാരെ വിളിച്ചു വരുത്തി. ഉദ്യാനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. ശക്തനായ ആ യുവാവ് പിടിയിലാകും മുമ്പ് ഞങ്ങളെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി പറഞ്ഞു. ഇവളുടെ വ്യഭിചാര കുറ്റത്തിന് ഞങ്ങളാണ് ദൃക്സാക്ഷികൾ. പതിവ്രതയായി ഭാവിച്ചിരുന്ന സൂസന്ന ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്ത് നികൃഷ്ടയായിരിക്കുന്നു. ദൈവമേ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നത്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതെ, അവളെ കല്ലെറിഞ്ഞു കൊല്ലുക, അവളെ കല്ലെറിഞ്ഞു കൊല്ലുക. നിത്യനായ ദൈവമേ, എല്ലാം അറിയുന്നവനെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇവർ കള്ളസാക്ഷ്യം പറഞ്ഞ് മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ ജനം ചുറ്റും കൂടി നിൽക്കുന്നു. നിരപരാധിയായ എന്റെ നിലവിളി അങ്ങ് കേൾക്കണമേ. ഇവരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇവരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്താണ് ദാനിയേൽ അങ്ങനെ പറഞ്ഞത്? ന്യായാധിപന്മാർ തന്നെ സാക്ഷികളായി വന്നാൽ വിചാരണ നടത്തേണ്ടത് മറ്റൊരു ന്യായാധിപനാണ്. അതാണ് യഥാർത്ഥ നീതി. ദൈവിക ശ്രേഷ്ഠനായ ദാനിയേൽ, എങ്കിൽ അങ്ങ് തന്നെ സൂസന്നയുടെ വിചാരണ നടത്തി വിധി പ്രസ്താവിക്കും. യഥാർത്ഥ വിചാരണയും വിധി പ്രസ്താവവും ദൈവത്തിന്റെ മുമ്പിലാണ് നടക്കുന്നത്. അതിനാൽ എനിക്ക് വിചാരണ ചെയ്യാനുള്ളത് നിങ്ങൾ സാക്ഷികളെ 2 പേരെയുമാണ്. 2-ാം ന്യായാധിപൻ വീടിന് പുറത്തുപോയി നിൽക്കുക. ന്യായാധിപ ശ്രേഷ്ഠ,
സൂസനെയും അവളുടെ ജാരനായ യുവാവിനെയും ഏത് മരച്ചുവട്ടിൽ വെച്ചാണ് പാവം ചെയ്യുന്നതായി നീ കണ്ടത്? ശ്രേഷ്ഠനായ ദാനിയേൽ, ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധരായി ഞാൻ അവരെ കണ്ടത്. നിറയെ പൂത്തു നിൽക്കുന്ന ഒരു കരയാമ്പൂ മരം. എന്താണ് ആ മരത്തിന്റെ പേര്? ഇനി രണ്ടാം ന്യായാധിപനെ വിളിക്കൂ. രണ്ടാം ന്യായാധിപ ശ്രേഷ്ഠ, ഏത് മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് നീ സൂസനെയും അവളുടെ കാമുകനെയും കണ്ടത്? ദൈവിക ശ്രേഷ്ഠനായ ദാനിയേൽ, ഉണങ്ങിക്കരിഞ്ഞ ഒരു കരിവേലകത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ഞാൻ അവരെ കണ്ടത്. എന്താണ് ആ മരത്തിന്റെ പേര്? കരിവേലകം. കരിവേലകം. യോവാക്കിം, ഇവിടെ വരൂ. യോവാക്കിം, ഇനി ഈ ജനങ്ങൾ കേൾക്കെ പറയൂ, നിന്റെ പ്രിയതമ സൂസന്നയ്ക്കായി കരയാമ്പൂ മരവും കരിവേലക മരവും ഉണ്ടോ? ഇല്ല, ആ ഉദ്യാനത്തിൽ അത്തിമരങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ എന്റെ സൂസന്നെ വിശ്വസിക്കാനില്ല. പാപം ചെയ്തത് ഇവരാണ്, കല്ലെറിഞ്ഞ് കൊല്ലേണ്ടത് ഇവരെയാണ്. സാത്താന്റെ സന്തതികൾ, അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവിൻ. നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദേവദൂതൻ വാളുമായി കാത്തു നിൽക്കും. അവൻ നിങ്ങൾ ഇരുവരെയും നശിപ്പിക്കും. സൂസന്ന, എന്റെ പ്രിയ സൂസന്ന, തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ എക്കാലവും രക്ഷിക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി.